900 കണ്ടിയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വെഹിക്കിൾ പാർക്ക് ചെയ്ത ശേഷം അവിടുന്ന് ജീപ്പ് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ പോകുന്നത്. ജീപ്പിൽ നിന്നും ഇറങ്ങി ടിക്കറ്റ് എടുത്ത് ചെറിയൊരു കയറ്റം കൂടി നടന്നു കയറിയ ശേഷമാണ് ഗ്ലാസ് ബ്രിഡ്ജിനടുത്തെത്തുക. ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു തിരക്കുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു തിരക്ക്. എന്നാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും. എന്നാലും ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ താഴെ ഈ വാഹനങ്ങളൊക്കെ വരുന്ന റോഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ വന്ന ജീപ്പൊക്കെ വന്ന റോഡില്ലേ, അതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. സീനറി നല്ല രസമുണ്ട്. നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ ഇല്ലേ, പലരും ഇരുന്നും നിന്നും ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും വെയിറ്റ് ചെയ്യുമായിരുന്നു അവരെ. അപ്പോൾ മുന്നോട്ട് പോകുവാനും തിരിച്ചു വരാനും ഒക്കെ സെപ്പറേറ്റ് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മുന്നിലുള്ള മലനിരയൊക്കെ കാണുമ്പോൾ ഇല്ലേ, നല്ലൊരു ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പോലെയുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആ സമയത്താണ് അവിടെ കയറിയത്. പിന്നെ ഞങ്ങൾ അടുത്തതായി കയറിയത് സ്വിങ്ങിലേക്കാണ്, സ്കൈ സ്വിങ്. വേറെ ആരും ഞങ്ങളെ കൂടെ വന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നെ അവിടെയുള്ള ചേട്ടനാണ്. മുൻപ് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരിക്കലും അതിൽ കയറണമെന്ന്. അപ്പോൾ അതിന്ന് സാധിച്ചു. പിന്നെ മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്വിങ്ങിലായതുകൊണ്ട് കയറിയില്ല. ഞങ്ങൾ പോയ ജീപ്പിൻ്റെ വെയിറ്റിംഗ് ടൈം 1 മണിക്കൂറായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ശ്രേയസ് പറഞ്ഞു. ശ്രേയസ് എപ്പോഴും ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ശ്രേയസിൻ്റെ കൂടെ തന്നെ തനവും കൂടി കയറി. മുൻപും ഞങ്ങൾ സിപ്പ് ലൈനിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഈ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ സിപ്പ് ലൈൻ മാത്രമല്ല, സ്കൈ സൈക്ലിംഗും കൂടി. എന്തൊക്കെയായാലും കുട്ടികൾ ഹാപ്പിയായി. എന്തൊക്കെയായാലും ഞങ്ങളും കുട്ടികളും ഒക്കെ ഹാപ്പിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.